വിശാലിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വിശാലമായിട്ട് കാണാമല്ലോ എന്നോർത്ത് ഞാൻ റെഡിയായി നിൽക്കുന്ന ടൈമിലാണ് പുറത്ത് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്തത്. ഞാനും ടിനുവും കൂടെ മാത്രം പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ മഴ പെയ്തപ്പോൾ നമുക്ക് കാർ എടുക്കേണ്ടി വന്നു. കാർ എടുത്തു കഴിഞ്ഞാൽ രണ്ടാളും ഞങ്ങളുടെ കൂടെ വരും. അപ്പോൾ എന്നെ മഴ ചതിച്ചെന്ന് തന്നെ പറയാം. കാരണം കാർ എടുത്തപ്പോൾ രണ്ടുപേരും എൻ്റെ കൂടെ വന്നു. എനിക്ക് ഷോപ്പിംഗ് ഒട്ടും നടന്നില്ല ഗൈസ്. എന്നിട്ടും ടിനു എന്നെ വഴക്ക് പറഞ്ഞു, ബില്ല് കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വളരെ മോശമായി പോയി ഗൈസ് അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ ഈ 2 കുട്ടികളെ മേയിച്ചിട്ട് ഞാൻ ഇത്രമേ ആകെ ഷോപ്പ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറേ ഷോപ്പ് ചെയ്യാനിരുന്നതാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ ഗൈസ്. നമ്മളപ്പോൾ ഷോപ്പൊക്കെ ചെയ്തപ്പോൾ ബില്ലൊക്കെ നോക്കി ഇതെന്തിനെടുത്തതാ നീ എന്നൊക്കെ ആളെന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഇവർ അവിടെ പുറത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ബെഞ്ച് അത് വലിച്ചിട്ട് മഴ ആസ്വദിക്കുകയാണ് അവരിരുന്ന്. അവർ 4 കൂടി ഭയങ്കര കൂട്ടാണ്. അവർ ഫ്രണ്ട്സിനെ പോലെയാണ് 4 പേരും കൂടെ. അപ്പോൾ വിശാലിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ കണ്ടാലോ ഗൈസ്. ആദ്യം മേടിച്ചത് ഈ വള്ളിക്കളസാണ്. സോറി ഗൈസ്, ട്രൗസറാണ്. ഇതിന് 89 രൂപയാണ് ആയത്. നിക്കർ 2 മേടിച്ചു. അതിൽ ഒരെണ്ണം ഞാൻ വന്നപ്പോൾ തന്നെ ഇട്ടു. പിന്നെ ഒരെണ്ണമാണത്. പിന്നെ കുറച്ച് കുട്ടിയായിട്ടുള്ള പാത്രങ്ങൾ മേടിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 30 രൂപയാണ്. പക്ഷേ ഓഫർ പ്രൈസ് എന്തോ ഉണ്ടായിരുന്നു, 10 രൂപ കുറവ്, 20 രൂപയൊക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ മേടിച്ചതാണ് ഈ ഒരു പാത്രം. ഇത് കണ്ടിട്ട് കുപ്പിയുടെ ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവരൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ, നമ്മുടെ ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ച് സർപ്രൈസ് ചെയ്യിക്കല്ല എന്നോർത്ത് മേടിച്ചത്. അതിന് 99 ആയിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പോപ്സിക്കിളിൻ്റെ. മേടിക്കണം എന്നോർക്കും. പക്ഷേ ചില കാരണങ്ങളൊക്കെ കൊണ്ട് മേടിക്കാതിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും പോയപ്പോൾ മേടിച്ചു. അതിന് 99 റുപ്പീസായിരുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി തകർക്കും ഗൈസ്. പിന്നെ ഇവിടെ ഗ്ലാസ്സിന് ക്ഷാമമാണ്. കാരണം ഗ്ലാസ് കുറേ മേടിച്ച് വെക്കും. റൂത്താണെങ്കിൽ കുപ്പി ഗ്ലാസ്സിലേ വെള്ളം കുടിക്കും. അവൾ സാധാ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാറേ ഇല്ല, സ്റ്റീൽ ഗ്ലാസ്സിൽ. അപ്പോൾ ഓരോ തവണ വെള്ളം കൊടുക്കുമ്പോൾ ഓരോ ഗ്ലാസ് പൊട്ടിച്ചാണ് തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വിശാലിൽ നിന്ന് തന്നെ പോയി മേടിക്കാറുണ്ട്. അതാകുമ്പോൾ 99 രൂപയ്ക്ക് 6 ഗ്ലാസ് കിട്ടും ഗൈസ്. അപ്പോൾ അത്രയൊക്കെ മേടിച്ചുള്ളൂ. പിന്നെ അതേ പപ്പയും മോളും കൂടി ഇവിടെ ഇരുന്ന് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുകയാണ്. വേളാങ്കണ്ണിയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഈ കുട്ടി ഇത് തന്നെ പണിയാണ്, കഞ്ഞിയും കറിയും വെച്ചുള്ള കളിയാണ്. അപ്പോൾ ലൂക്ക് പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, അവൻ പോയി കിടന്നിട്ടുണ്ട്. ഇവളാണെങ്കിൽ നമ്മളെ ഫുഡ് കഴിപ്പിക്കും, അവൾ ഫുഡ് കഴിക്കും. പപ്പ